ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനപ്പോൾ ചെറിയൊരു ലൈഫ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ചധികം നാളായി വീഡിയോ ഇട്ടിട്ടെന്ന് എനിക്കറിയാം. നമ്മൾ എന്നാൽ ലാസ്റ്റ് ബർത്ത്ഡേ സീരീസിലാണ് നിർത്തിയത്. ഓക്കെ, നവംബറിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ ലൈഫിൽ. അപ്പോൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്താ പറയുക, എനിക്ക് നവംബറിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ. 18-ാം തീയതി ആയിരുന്നു എനിക്ക് ക്ലാസ് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നവംബറിൽ ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു. അതായിരുന്നു നമ്മൾ ബർത്ത്ഡേ സീരീസ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഈ നവംബറിൽ ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് ജോലി കിട്ടി നവംബറിൽ. അപ്പോൾ അത് കാരണം അപ്പോഴും എന്താ പറയുക, ബർത്ത്ഡേ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നവംബർ 20-ാം തീയതി അങ്ങോട്ടായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി ഡിസംബർ 1-ാം തീയതി അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ചെന്ന് ജോയിൻ ചെയ്ത് ട്രെയിനിങ്ങിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ സെറ്റായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും യൂട്യൂബ് അങ്ങോട്ട് തുടങ്ങാമെന്ന്. പിന്നെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, ഞാനത് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്കിപ്പോൾ ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. എനിക്ക് അറിയാത്തൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന്. പക്ഷേ എനിക്കറിയാത്തൊരാൾ ആദ്യമായിട്ടാണ് എന്നോട് ചോദിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. ഞാൻ എന്നാൽ പിന്നെ ഒരു ഫോൺ പോയി എടുക്കാമെന്ന് വെച്ചിട്ട് ഫോൺ എടുത്തു. ഇപ്പോൾ അതേ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ മെയിൻ കണ്ടൻറ്റിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ ഹോസ്റ്റലിലാണല്ലോ. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് എന്താ പറയുക, വീട്ടിൽ വന്നിട്ട് വേണം എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം കുറച്ച് സമയം കൂടി എനിക്ക് വേണം. പിന്നെന്താ, അപ്പോൾ ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്തത് ട്രിവാൻഡ്രത്ത്. ഞാനപ്പോൾ ഇൻ്റർവ്യൂവിന് പോയത്, അവിടെ പോയിട്ടുള്ള വ്ളോഗ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. പിന്നെ ഞാൻ ബർത്ത്ഡേ സീരീസ് ലാസ്റ്റ് ഇട്ടത് എനിക്ക് തോന്നുന്നു ഐവിയുടെ വ്ളോഗ് അങ്ങാണ്ട പോണ്ടിച്ചേരിത്തെ. അത് ഞാൻ രണ്ടും അപ്ലോഡാക്കി ഇട്ടിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2. ഞാൻ വെച്ച് രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തു. ഞാൻ ഇന്ന് കയറി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പാർട്ട് 2 പബ്ലിക് ആക്കിയിട്ടില്ല. ഇപ്പോഴും അത് പ്രൈവറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാനപ്പോൾ അതിനും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഇരിക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ നവംബർ 10-നായിരുന്നു. പിന്നെ രാരുവിൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഇരിക്കുന്നുണ്ട്. ആനിയുടെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെ പിന്നെന്താ, പിന്നെ പഴയ കമ്പനീനെ പറ്റി കുറച്ച് പേരിനോട് ചോദിച്ചിരുന്നു എന്താ ക്വിറ്റ് ചെയ്തതെന്ന്. നിങ്ങൾ ആ പ്ലേസ്മെൻറ്റിൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ പോണ്ടിച്ചേരി വന്നിട്ട് എൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് പോയപ്പോഴാണ് ആ വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ പിന്നെ ക്വിറ്റ് ചെയ്തത് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്. പ്ലേസ്മെൻറ്റിൻ്റെ വീഡിയോയിൽ ജസ്റ്റ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്നും ശരിയായില്ല. എനിക്ക് പറഞ്ഞ പണിയല്ല തന്നത് കേട്ടോ അവിടെ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഹോസ്റ്റലും സെറ്റായില്ല. ഞാനവിടെ ഹാളിലാണ് നിന്നത്. റൂം കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര കുഞ്ഞു റൂം, ഒട്ടും വെൻറ്റിലേഷനൊന്നും ഇല്ലാണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു റൂം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഹാളിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഹാളിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിന് താഴേക്ക് പോകണം. ഇത് 2nd ഫ്ലോറിലങ്ങാണ്ടായിരുന്നു. താഴെ വരെ പോകണം. പിന്നെ ആണെങ്കിൽ ഒരു പ്രൈവസി ഇല്ല. എല്ലാവരും ഇങ്ങനെ എന്നുവെച്ചാൽ ഹാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹാളിൻ്റെ ഉള്ളിൽ 3 റൂം അങ്ങനെയായിരുന്നു. അപ്പോൾ ഹാളിൽ കൂടെ എല്ലാവരും ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അതെനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മൊത്തത്തിൽ ഒരുമാതിരി എന്തൊക്കെയൊക്കെയോ. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടമായി കേട്ടോ കണ്ടു. പക്ഷേ എനിക്ക് ജോലി കയറിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്തായാലും നിർത്താം, വെറുതെ ഹാപ്പി അല്ലാണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയായിട്ട്. ഇപ്പോൾ എൻ്റെ കമ്പനിയും എൻ്റെ കൊളീഗ്സും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് കാരണം തന്നെ മനസ്സിലായി, നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ചെന്നൈയിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു. ഞാൻ ഒട്ടും വീട്ടിൽ എന്താ പറയുക, ഞാൻ വീട്ടുകാരെ കാണാണ്ട് നിന്നോളും. ഞാൻ അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ അപ്പോൾ എനിക്ക് ഹോം സിക്നെസ് വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അങ്ങനെ ഞാൻ നിർത്തിപ്പോന്നു. ഒരാഴ്ച എങ്ങാണ്ടേ പോയുള്ളൂ. അപ്പോഴേക്കും ഞാൻ തിരിച്ചു പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാനപ്പോൾ അത് വിഷുവിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇൻട്രോയും കൂടി എടുക്കാമെന്ന് വെച്ചാൽ അവിടെ ട്രിവാൻഡ്രത്ത് എടുക്കാനുള്ള സ്പേസ് ഇല്ല. ഫുള്ളിങ്ങനെ സാധനങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കറിയാലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കണോ, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ഒരു ലൈഫ് അപ്ഡേറ്റ്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കനൊക്കെ എടുത്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഡേറ്റ അനലിസ്റ്റ് ആയിട്ടാണ് കയറിയിരിക്കുന്നത്. പ്രസ്ഗെയിനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാട്ടോ, ഒരു US ഹെൽത്ത് കെയർ കമ്പനിയിലാണ്. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും കേട്ടോ. ഈ വീഡിയോ കാണുമ്പോഴേക്കും വിഷു കഴിഞ്ഞ് 2 ആഴ്ചയൊക്കെ ആയി ഉണ്ടാവും.
ഓക്കെ യാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ കൂടുതലും ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വന്നിട്ട് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫുഡ് കഴിക്കുക, വെറുതെ ഇരിക്കുക, കിടന്നുറങ്ങാം, ഇതായിരുന്നു എൻ്റെ പണി. അപ്പോൾ എനിക്ക് കായത്തോരൻ കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് പാടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ അധികം അങ്ങനെ ഭയങ്കര ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വിഷു. അപ്പോൾ കായത്തോരൻ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു കുറച്ചാളായിട്ട്. അപ്പോൾ കായത്തോരൻ ഉണ്ടാക്കി, പിന്നെ അവിയലുണ്ടാക്കിയിട്ട് സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ പണിയൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് തുന്നാനൊക്കെ ഉണ്ടായിരുന്നു, കാരണം പെട്ടെന്ന് സെറ്റാക്കിയിട്ടൊക്കെ. ഇതെനിക്ക് കുഞ്ഞിലെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പ്ലേറ്റ് ആട്ടെ. ഇപ്പോൾ ആനയാണ് ഉപയോഗിക്കുന്നത്. ആന ഇല്ലാത്ത കാരണം ഞാനെടുത്ത് തിന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല കേട്ടോ തിന്നാനായിട്ട്. അപ്പോൾ രാവിലെ എൻ്റെ അമ്മ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിരട്ടപ്പുട്ടും അവിയലും കൂടെ കഴിച്ചു ഞാൻ. ഇവിടുത്തെ പുട്ടിലൊന്നും നാളികേരം പോലും ഇല്ല. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നാളികേരമുള്ള പുട്ടൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ അവിയൽ കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ബാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതൊക്കെ കൂട്ടി അപ്പോൾ ആരും വന്നോട്ട് എനിക്ക് കമ്പനി തരാനായിട്ട്. നമ്മൾ ചിക്കനും പുട്ടൊക്കെ കൂടെ ഒരു അടിയടിച്ചു. ഇലയിലൊന്നും ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. നമ്മൾ വിഷുവിന് കായത്തോരനുണ്ടായിരുന്നു, അവിയൽ, പപ്പടം, മോര്, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ച് നേരം മയങ്ങാൻ കിടന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങാൻ വെറുതെ ഇരിക്കുക, ഇതായിരുന്നു കേട്ടോ എൻ്റെ പണി ഇവിടെ വന്നിട്ട്. പിന്നെ ഞാൻ രാരും കൂടെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന്. പിന്നെ എനിക്ക് കുറച്ച് ബ്ലൗസ് തുന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വള്ളി വേണം, കുറച്ച് അധികം വള്ളി വേണമായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്തു, പൈപ്പിങ് ചെയ്യാനിരുന്നു കേട്ടോ. പൈപ്പിങ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല, ദേഷ്യം വരും. അപ്പോൾ കറുപ്പ് വള്ളി തന്നെ വേണം എനിക്ക് ആ ബ്ലൗസിന്. കറുപ്പ് വള്ളി ഞാൻ മേടിക്കാനായിട്ട് കുറേ അന്വേഷിച്ചായിരുന്നു, എവിടെയും കിട്ടില്ല കേട്ടോ കറുപ്പ. അപ്പോൾ രാരും അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൾക്ക് എക്സാമാണ്. അപ്പോൾ അവളിരുന്ന് പഠിക്കുകയാണ്. അവൾക്ക് വിഷുവിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾക്ക് എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈഫ് അപ്ഡേറ്റ് പോലെ എടുക്കാമെന്ന് വെച്ചാൽ, വേറെ വീഡിയോ ആയിട്ടൊന്നും പറഞ്ഞില്ല, വലിയ വീഡിയോയും ഇല്ല. എനിക്കപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ പ്ലേസ്മെൻറ്റിനെ പറ്റി അതൊക്കെ ആയിട്ട്. എനിക്ക് ഒന്നാമത് സമയമില്ല എനിക്ക് റിപ്ലൈ കൊടുക്കാനും എല്ലാത്തിനും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാമെന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ ടെക്നോ പാർക്കിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനപ്പോൾ അത് ജോലി എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഉള്ളത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഒന്നും എടുത്തിരുന്നില്ല കേട്ടോ, മേക്കപ്പ് സാധനങ്ങൾ. അതായത് ലിപ്സ്റ്റിക്കും ഐലൈനറോട്ടൊക്കെയാണ് ഞാൻ പുരികം വരച്ചത്. വീഡിയോ എടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ലൊരു റീൽസ് എടുത്തു കേട്ടോ. റീൽസാണെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറേ നാളെ അങ്ങനത്തെ എടുക്കണമെന്ന് വിചാരിക്കണം, ഞാൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീണ്ടും കായത്തോരൻ, അടിപൊളി കായത്തോരനായിരുന്നു. ഞാൻ വെച്ച കാരണം പറയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കായത്തോരൻ. എന്നിട്ട് ഞാൻ കായത്തോരൻ കഴിച്ചു. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടല്ലോ, ഞാൻ വന്നിട്ട് ഞാൻ കുറേ പഴംപൊരി തിന്നു, പക്ഷെ ഒന്നും പഴുത്ത പഴമില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നല്ല പഴമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കി. പിന്നെ വൈകിട്ടായപ്പോഴേക്കും സാബു വന്നു കേട്ടോ. ആനി അവിടെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വേണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ട, അവർ തരാണ്. ആനി വന്നിട്ട് ആരെടുത്ത് അടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ റീൽസ് കാണിച്ചു കൊടുത്തപ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. മൂപ്പരാൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് ഈ സാരിയും അതൊക്കെ പ്രൊമോട്ട് ചെയ്യണുണ്ടല്ലോ, അതിങ്ങനെ പറയും കേട്ടോ മൂപ്പരാൾ. നല്ല രസമാണെന്ന് കേട്ടിരിക്കുക. എന്നിട്ട് ഈ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെയാണ് തോന്നിയ, എന്താ പറയുക, വായ കിട്ടിയ വാക്കുകളൊക്കെ എടുത്ത് അങ്ങോട്ട് പറയും. പക്ഷെ നല്ല രസമാട്ടോ അത് കേട്ടിരിക്കാനായിട്ട്. ഞാനപ്പോൾ അത് ഇടാട്ടത് കഴിഞ്ഞിട്ട്. റെഡി ഫോർ ഡിസ്പാച്ച് ആണോ? ഇത് കോട്ടൺ ആട്ടോ. ഇത് കോട്ടൺ, നല്ല സ്റ്റേജിൽ കോട്ടൺ ആണ്. ബോഡി സ്കർട്ടിന്റെ കോട്ടൺ നല്ല മഞ്ഞക്കളർ പോലുണ്ടല്ലേ. കണ്ണൊക്കെ മഞ്ഞടിച്ച് നോക്കിയിട്ട് നമ്മളെ പോജി സാമ്പിൻ ഓർഡർ വേറെ കളർ അവൈലബിൾ. അവൈലബിൾ പിന്നെ നല്ല അവൈലബിളാ. അപ്പൊ നമുക്കൊന്ന് അവൈലബിൾ ഒന്ന് ഇട്ട് നോക്കാം. ഇട്ട് നോക്കി അവൈലബിള് പച്ചക്കറി പോത്തോളം പച്ചക്കറി തോമ്പി ലൈറ്റ് ആണ് നമ്മളിന്ന് ഉടുക്കാൻ പോകുന്നത്. അതുള്ള സ്റ്റീപ്പൻ റോണ്ടിലാണ് ഇന്ന് ഉടുക്കാൻ പോകുന്നത്. കോട്ടൺ ആണോ അല്ലെങ്കിൽ റയോൺ ആണോ? കോട്ടൺ. അപ്പോൾ ഞാൻ കോട്ടനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് മുൾമു കോട്ടന്റെ കോട്ടൺ നല്ല ഭംഗിയുള്ള സ്ലിപ്പ് ഉണ്ട്. പിന്നെ മുൾമു കോട്ടൺ ഇതാണ് നമ്മളെ പില്ലി തോണ്ടിന്റെ കോട്ടൺ. ബിൽബിൽ ലോസ്റ്റൺ കോട്ടൺ. ബിൽബിൽ കോട്ടൺ. ഇത് കംഫർട്ടബിൾ ആണോ? അല്ല, ഇത്
ഇത് കംഫർട്ടബിൾ ആണ്. അല്ല ഇത് മുൾമുൾ കോട്ടനാ. പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ചോപ്പ ക്യൂടെക്സ് ഉണ്ടായിരുന്നേ, അതിങ്ങനെ ഇട്ടിട്ട് ഒലിച്ച് കളയണ തരായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒലിച്ച് കളയായിരുന്നു. ഇതപ്പോൾ അവിടെ ഇരുന്നിരുന്ന നെയിൽ പോളിഷാണ്. ഞാനപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ അത് ഒലിച്ച് പോയിരുന്നു. അപ്പോൾ സാബുവിനും നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒലിച്ച് കളയാനായിട്ട്. അപ്പോൾ നമ്മൾ ജീജുവിൻ്റെ കൈമേൽ ഇട്ട് കൊടുത്ത് നമ്മളപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒലിക്കുകയാണ്. അത് നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഇരുന്ന് ഒലിക്കാനായിട്ട്. നന്നായിട്ട് ഒലിഞ്ഞും പോരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സ്റ്റെയിൻ നഖത്തും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പടക്കം കമ്പിത്തിരിയൊക്കെ പൊട്ടിച്ചു. എനിക്ക് പടക്കം പേടിയായത് കാരണം പടക്കം അധികം പൊട്ടിച്ചില്ല. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടുമ്പോൾ പേടിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് കമ്പിത്തിരി പേടിയാ, പടക്കം പേടിയില്ല. പിന്നെ ജീജ് നമുക്കൊരു കായ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇത് എന്നിട്ട് പേര് ഞാൻ മറന്നുപോയല്ലോ. മാജിക് ഫ്രൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. മാജിക് ഫ്രൂട്ടല്ലേ ആണെന്ന് തോന്നണം. അപ്പോൾ ഇത് തിന്നിട്ട് നമ്മൾ എന്ത് തിന്നാലും മധുരിക്കും. അപ്പോൾ അത് തിന്നിട്ട് ഞാനിപ്പോൾ നാരങ്ങ കുടിച്ചു. നല്ല ശരിക്കും നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെ കയ്പുമില്ല, ഒന്നുമില്ല. എനിക്ക് നന്നായിട്ട് എഫക്റ്റീവായിരുന്നു കേട്ടോ. പക്ഷെ രാരുവിന് വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് രാരുവിന് നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പൊളിച്ചിട്ട് വയ്യ. അടി സൂപ്പറല്ലേ. മറവിക്കുള്ള മരുന്ന് അല്ലെങ്കിലോ പഠിച്ചൊന്നും ഓർമ്മയില്ല. അങ്ങനെ അവർ പോയി. അവരിനി നാളെ വരും കേട്ടോ. അവർ നമുക്ക് ബിരിയാണി കൊണ്ടുവന്നാണ്. അപ്പോൾ അമ്മയ്ക്ക് നിന്നിട്ട് അമ്മയ്ക്ക് എന്താ എഫക്റ്റീവായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും രാരുവിന് കൊടുത്തപ്പോൾ രാരുവിന് ശരിയായിട്ടോ. പിന്നെ ഞാൻ സാബു കൊണ്ടുവന്ന ബിരിയാണിയും നെയ്ച്ചോറും പിന്നെ എൻ്റെ സ്വന്തം കായക്കറിയും കൂട്ടി നല്ലോണം ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.